ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി ടോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കി. അതും 1-ാം ക്ലാസ്സിൽ വെച്ച്. അതാണ് അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത്. സംഭവം ഒരാഴ്ച മുൻപായിരുന്നു. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ചു വരുത്തി. പ്രത്യേകിച്ച് മുഖവുരകളൊന്നുമില്ലാതെ അവർ കാര്യത്തിലേക്ക് കടന്നു. ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കുക. നിൽക്കക്കള്ളി ഇല്ലാതായതുകൊണ്ട് പറയുകയാണ്. നിൽക്കക്കള്ളി ഇല്ലാതാവുകയോ? അതിനുവേണ്ടി എന്ത് ഗുലുമാലാണ് ഈ കൊച്ചു ടോട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്? അമ്മ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തയായി. നോക്കൂ, ആകെ പരിഭ്രമിച്ചിട്ടെന്ന പോലെ മിഴിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയുവാൻ ആരംഭിച്ചു. നിങ്ങളുടെ മകൾ 1000 തവണ ഡെസ്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും എടുക്കുകയോ തിരിച്ച് വെക്കുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നോക്കൂ, നിങ്ങളുടെ മകൾ അപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു, തിരികെ വെക്കുന്നു. ഓരോ തവണയും തുറക്കുക, അടയ്ക്കുക. അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു. പിന്നീട് ഇവ ഓരോന്നോരോന്നായി തിരികെ വെക്കുന്നു. സർവ്വതും എടുക്കുക, സർവ്വതും തിരികെ വെക്കുക. ഓരോ തവണയും ഡെസ്ക് പട്ടേ പട്ടേ എന്ന് തുറന്ന് അടയ്ക്കുന്നു. അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ. അവൾ ആദ്യം ഡെസ്കിന്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു. പട്ടേ ശബ്ദത്തോടെ ഡെസ്കിന്റെ അടയ്ക്കുന്നു. വീണ്ടും തുറക്കുന്നു, പെൻസിൽ തപ്പിയെടുക്കുന്നു. പെൻസിൽ ബോക്സ് ചെകിടടപ്പിക്കുന്ന ശബ്ദത്തോടെ വെച്ചുകൊണ്ട് വീണ്ടും ഡെസ്കിന്റെ മൂടി അടയ്ക്കുന്നു. ആദ്യം എഴുതിയ എയിൽ അവൾക്കൊരിക്കലും തൃപ്തി വരാറില്ല. ഡെസ്ക് വീണ്ടും തുറക്കുന്നു, റബ്ബർ എടുക്കുന്നു, മായ്ക്കുന്നു, തിരികെ വെക്കുന്നു. പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു, വീണ്ടും എ എഴുതുന്നു. അത് കഴിയുമ്പോഴേക്കും ഓരോന്നായി തിരികെ വെച്ച അതേ ചെകിടടപ്പൻ ശബ്ദത്തോടെ വീണ്ടും മൂടി തുറന്ന് എടുക്കാൻ ആരംഭിക്കുന്നു. കിതപ്പോടെ ടീച്ചർ തുടർന്നു. നോക്കൂ, ഇത് ഒരക്ഷരത്തിന്റെ കാര്യമാണ്. ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തുറക്കുക, അടയ്ക്കുക, അടയ്ക്കുക, തുറക്കുക. ഒരു ദിവസം എത്ര തവണയാണിത്? എനിക്കെന്റെ തല ചുറ്റുന്നു. പക്ഷെ നോക്കൂ, ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും? ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത്. ആ രംഗങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ കണ്ണുമിഴിച്ചു നിന്നു. അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു. ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ തന്നെ ടോട്ടോച്ചാൻ അത്ഭുതത്തോടെ പറഞ്ഞിരുന്നു, ഈ സ്കൂള് അസലായിട്ടുണ്ട്. അവിടെയുള്ളൊരു ഡെസ്ക് ഉണ്ടല്ലോ, നമ്മുടെ പോലെ വലിച്ചു തുറക്കണ മേശയല്ല കേട്ടോ, പെട്ടി പോലെയായിരിക്കാം. മുകളില് അടപ്പ്, തുറന്നിട്ട പട്ടേ ടപ്പോ നമുക്കിടാൻ പറ്റും. അതിനുള്ളിൽ എന്ത് വേണം വെക്കാം. ഹായ്, എന്താ രസം! ടോട്ടോച്ചാൻ പുതിയ ഡെസ്കിന്റെ മൂടി പടപടാന്ന് തുറന്നടയ്ക്കുന്ന ദൃശ്യം അവരൊന്ന് സങ്കല്പിച്ചു നോക്കി. ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞ് എന്തെങ്കിലും അതിലുണ്ട് എന്ന് അവർക്ക് തോന്നിയില്ല. പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കോളൂ, അവർ സമാധാനിച്ചു. എന്നാൽ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉവ്വ്, മനസ്സിലായി, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. പറ്റില്ല, ഇതു മാത്രമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചേനെ. ടീച്ചറുടെ ശബ്ദമുയർന്നു. അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു. അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി. ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു. ഇനി ഡെസ്കില് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അവള് എഴുന്നേറ്റ് നിൽക്കും. നിൽക്കുകയോ? എവിടെ? അമ്മ അത്ഭുതപ്പെട്ടു. ജനാലയ്ക്കടുത്ത്. അല്പം ഈർഷ്യയോടെ ടീച്ചർ അത് പറഞ്ഞു. അവൾ എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത്? അമ്മ ചോദിച്ചു. എന്തിനെന്നോ? തെരുവ് പാട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ. ടീച്ചർക്ക് പുച്ഛമടക്കാനായില്ല. ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ്. മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോച്ചാൻ ജനലിനടുത്തേക്ക് നീങ്ങും. അവിടെ ഒന്ന് അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കുമ്പോഴേക്കും അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി. ജനലിന് പുറത്ത് തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈകാട്ടി വിളിക്കും. ഏയ് ഏയ്, നിങ്ങളെ തന്നെ, വാ, ഒന്ന് പാടിയിട്ട് പോകുന്നേ. തെരുവിനോട് ചേർന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് ടോട്ടോച്ചാന്റെ ക്ലാസ്. കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരോട് അനായാസം സംസാരിക്കാം. കൊച്ചു ടോട്ടോയുടെ വിളിയിൽ ആകർഷിക്കപ്പെട്ട് പാട്ട് സംഘം ജനലിനടുത്തേക്ക് എത്തുമ്പോൾ
അവൾ ആ വിവരം ക്ലാസ്സിലെ എല്ലാവരെയും വിളിച്ചു കൂവി അറിയിക്കും. വരൂ, പാട്ടുകാർ വന്നിട്ടുണ്ട്, നമുക്ക് പാട്ട് കേൾക്കാം. കുട്ടികളെല്ലാം പിന്നെ ജനാലയ്ക്കരികിലായി. ടോട്ടോച്ചാൻ പറയും, ഹേയ്, എന്തെങ്കിലും ഒന്ന് പാടൂന്നേ. സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പൻ പരിപാടി തുടങ്ങുകയായി. പി, ചെണ്ട, കൈമണി, പൊടിപൂരം. തീരുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ പാവം ടീച്ചർ എന്തു ചെയ്യും? പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാ കുട്ടികളും തിരികെ ഇരിപ്പിടങ്ങളിലെത്തും, ടോട്ടോച്ചാൻ ഒഴികെ. കുട്ടി എന്താ ഇനിയും അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ടീച്ചർ ചോദിക്കും. അയ്യോ, പുറകെ ഇനിയും വരുന്നുണ്ട്, അവരെ വിളിച്ചില്ലെങ്കിൽ നാണക്കേടാ, അവൾ ഗൗരവഭാവത്തിൽ പ്രതിവചിക്കും. നോക്ക്, എന്തുമാത്രം സമയമാണ് നഷ്ടപ്പെടുന്നതെന്നറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ടീച്ചർ വികാരാധീനയായി. അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നി. ടീച്ചർ നിർത്തിയില്ല. അതും പോരാഞ്ഞിട്ട് ഇനിയുമുണ്ടോ? അമ്മ അറിയാതെ വാ പൊളിച്ചുപോയി. ഉണ്ടോന്നോ? ടീച്ചർ തുടർന്നു. അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണം എടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ടീച്ചർ ഒന്ന് നിർത്തി ഒരു നെടുവീർപ്പോടെ തുടർന്നു. ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ടോട്ടോ ഞാൻ ജനലിനടുത്തായിരുന്നു. അവൾ ആ തെരുവ് പാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പെട്ടെന്ന് അവൾ പുറത്താരോടോ വിളിച്ചു ചോദിക്കുക, ഓയ്, എന്തെടുക്കുക അവിടെ? അവിടെ ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ജനലിനടുത്തേക്ക് കാണാൻ കഴിയില്ല. സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷയുണ്ടായി. അപ്പോഴുണ്ട് വീണ്ടും അതേ ചോദ്യം, എന്തെടുക്കുക അവിടെ? പതുപോലെ തെരുവിലായിരുന്നില്ല അവളുടെ കണ്ണ്. മുകളിൽ എവിടേക്കോ നോക്കിയായിരുന്നു ചോദ്യം. എനിക്ക് കൗതുകം ഇരട്ടിച്ചു. മറുപടി കേൾക്കാൻ ഞാൻ കാത്തുനിന്നു. ചെവി വട്ടം പിടിച്ചു. അനക്കമില്ല. ടോട്ടോ ഇട്ട് നിർത്തുന്നുമില്ല. എന്തെടുക്കുവാ? എന്തെടുക്കുവാ? ഓയ് ഓയ്, അവിടെ എന്തെടുക്കുക? എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒടുക്കം ക്ഷമ നശിച്ച് ജനലിനടുത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോഴുണ്ട് കൂരയുടെ എറമ്പില് 2 തൂക്കണാങ്കുരുവികൾ കൂടുകൂട്ടുന്നു. അവരോടാ നിങ്ങളുടെ പുന്നാരക്കുട്ടി ചോദിക്കുന്നത്, എന്തെടുക്കുക, അവിടെ എന്തെടുക്കുക, ഓയ് എന്നൊക്കെ. അല്ല, എനിക്കറിയാം, കുട്ടികളാവുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ചോട്ടെ. എന്നാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ വേണോ ഈ കിന്നാരം? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. വിഷണ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ തുടർന്നു. ഇനി കഴിഞ്ഞിട്ടില്ല, ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ? എല്ലാവരോടും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം വരയ്ക്കാൻ തുടങ്ങി. നിങ്ങളുടെ പുന്നാര മോളുണ്ടല്ലോ, അവള് മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു. പോട്ടെ, അതെങ്കിൽ അത് എന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴേക്കും അതാ വരുന്നു കൊടിക്ക് ചുറ്റും മഞ്ഞ തൊങ്ങല്. ചുറ്റും തൊങ്ങല് പിടിപ്പിച്ച ഏതെങ്കിലും പതാകയുടെ ചിത്രം നിങ്ങളുടെ മകള് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ സമാധാനിപ്പിച്ചു. സമാധാനിക്കും മുമ്പ് തന്നെ മഞ്ഞ നിറമുള്ള തൊങ്ങലുകള് കടലാസിന്റെ വിളുമ്പും കടന്ന് ക്രയോൺ വരകൾ ഡെസ്കിലേക്ക് എത്തി. 1ഉം 10ഉമല്ല, 100 കണക്കിന് വരകള്. ചിത്രവേലയെല്ലാം കഴിഞ്ഞ് കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകള്. മായ്ച്ചിട്ടൊന്നും പോകുന്നില്ല. 3 വശത്തേക്കേ ഉള്ളൂ, അത്രയ്ക്ക് ആശ്വാസം. 3 വശത്തോ? മനസ്സിലായില്ല. അമ്മ അത്ഭുതപ്പെട്ടു. ഒരു വശത്ത് കൊടിമരം ഉണ്ടായിരുന്നു, അതൊരു ഭാഗ്യം. തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു. അമ്മയും അല്പം ഒന്ന് ആശ്വസിച്ചു. 3 വശത്ത് മാത്രമല്ലേ ഉള്ളൂ. അത് കേൾക്കണ്ടേ? ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗം പറയാൻ പോകുന്നത് പോലെ നിർത്തി നിർത്തി പറഞ്ഞു. കൊടിമരം ഉണ്ടല്ലോ, അതങ്ങ് മുക്കാലും കടലാസിന് പുറത്താ. അതായത് ഡെസ്കില് നെടുകെ പതിഞ്ഞു കിടപ്പുണ്ട്. കസയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പൻ മട്ടിൽ തുടർന്നു. എനിക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിലെ അധ്യാപികയ്ക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമുട്ടി. അത് ഒടുക്കത്തെ വാക്കായിരുന്നു. ഇത് ശരിയാവില്ല. അമ്മയ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി. മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം. അവിടെ തൻ്റെ മകൾക്ക് മറ്റുള്ളവരോടും മറ്റുള്ളവർക്ക് തൻ്റെ മകളോടും ഒത്തുപോകാൻ കഴിയണം. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി. അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും ഇന്ന് പോകുന്നത്. അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞിട്ടില്ല. എന്താണ് തൻ്റെ തെറ്റെന്ന് പാവം കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാവില്ല. വേണ്ട, അവളോട് പറയണ്ട. ഈ പ്രായത്തിൽ തീരെ ആവശ്യമില്ലാത്ത ഒരു അപകർഷം അവളുടെ മനസ്സിലുണ്ടാവണ്ട. ടോട്ടോ, ഒരു നല്ല സ്കൂൾ അമ്മയ്ക്കറിയാലോ.
ഇനി എന്റെ പുന്നാരക്കുട്ടിക്ക് അവിടെ പഠിച്ചാലോ? അത്ര മാത്രമേ അവർ അവളോട് ചോദിച്ചുള്ളൂ. ഓഹോ, മതിയല്ലോ. ഇത്രയൊന്ന് ആലോചിച്ചുകൊണ്ട് ടോട്ടോ പറഞ്ഞു, ആ പക്ഷേങ്കില് എന്താ? പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ? അമ്മ ഒന്ന് പതറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോച്ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു, പുതിയ സ്കൂളിലും റോഡിൽ കൂടെ പോകുന്ന പാട്ടുകാരുടെ പാട്ടും കൊട്ടും ഉണ്ടാവും അമ്മ? ടോട്ടോച്ചാന്റെ പുതിയ സ്കൂളിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.